അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നടക്കാൻ വേണ്ടി നല്ലൊരു ദിക്ർ പരിചയപ്പെടുത്തി തരാം. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ജോലി ഇല്ലാതെ ഒരുപാട് ജോലിക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജോലിയില്ലാതെ കടം പിടിച്ച് നിന്നവർ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് അവർക്ക് അനുയോജ്യമായ മനസ്സിനിണങ്ങിയ ജോലി കിട്ടിയിട്ട് ഹൈറായ ജീവിതം കിട്ടിയിട്ടുണ്ട്. കടങ്ങൾ വീടാൻ പറ്റിയിട്ടുണ്ട്. അത്രക്ക് മഹത്വമേറിയ ഒരു ദിക്റാണിത്. ഈ ദിക്റിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് പ്രയാസങ്ങൾ മാറിക്കിട്ടും. അത്രക്ക് പവർഫുള്ളാണ്. നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് അള്ളാഹു ഇതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക. ദിവസവും ചൊല്ലുക. ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ പ്രയാസം, ജോലി ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടില്ലാത്തതാണോ, അല്ലെങ്കിൽ മക്കളില്ലാത്തതാണോ, എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം, കടം വീടാനാണോ, കടം വീടാനും ജോലി കിട്ടാനൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണിത്. നമുക്ക് നല്ലൊരു ജോലിയും നല്ലൊരു വരുമാനവും ഉണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യമില്ലാത്ത ജീവിതം നയിക്കാൻ വേണ്ടി പറ്റും. കടമില്ലാത്ത ജീവിതം നയിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി, നമ്മുടെ വീട്ടിനകത്തിന് നല്ലൊരു ജോലി, നമ്മുടെ ഭർത്താക്കന്മാർക്ക്, ഉപ്പമാർക്ക് എല്ലാം നല്ലൊരു ജോലി കിട്ടാനായിരിക്കും അധിക പേരുടെയും ആവശ്യം. അതുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചോളി. ഭർത്താക്കന്മാർക്ക് ചൊല്ലാൻ സമയമില്ലെങ്കിൽ ഭാര്യമാർ ചൊല്ലിയാലും ഇരട്ടി ഫലം കിട്ടും. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചൊല്ലുന്നത് നിരന്തരം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. നിങ്ങൾ ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹസ്ബി അല്ലാഹു, ഹസ്ബി അല്ലാഹു എന്ന് തന്നെ പറയണം. ഹസ്ബുന എന്ന് പറയത് ഹസ്ബിയ എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് അവിടെ തെറ്റ് വരാതെ ചൊല്ലുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർന്ന് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു എണ്ണ ധാരണയോട് നിങ്ങൾക്ക് ചൊല്ലാം. 313 പ്രാവശ്യം ഒരു നിസ്കാരപ്പായയിൽ നിസ്കരിച്ച ശേഷം ഇരുന്നിട്ട് 313 പ്രാവശ്യം കിബിലക്ക് മുന്നിട്ട് നേർച്ച വെച്ച് ദുആ ചെയ്തിട്ട് ഒരേ ഇരിപ്പിലിരുന്ന് ചൊല്ലാം. അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചിത എണ്ണം മനസ്സിൽ കരുതി വലിയൊരു സംഖ്യ, ഞാൻ ഇത്ര എണ്ണം ചൊല്ലി തീർക്കുമെന്ന് പറഞ്ഞിട്ട് നിയത്ത് വെച്ച് ചൊല്ലാം. ചൊല്ലുമ്പോൾ അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ ചൊല്ലിക്കുക. ഉറപ്പായിട്ടും നമുക്കിതിനുള്ള പ്രതിഫലം കിട്ടും. നമ്മൾ ഈ ദിക്ർ എത്ര അധികരിപ്പിക്കുന്നോ നമുക്ക് അത്രയും ഗുണം കിട്ടും. നിങ്ങൾ ഒരു ദിവസം ചൊല്ലിയിട്ട് പിറ്റേന്ന് എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറയരുത്. കാരണം ഈ ദിക്ർ കൊണ്ട് എനിക്ക് തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു അത്ഭുത ദിക്റാണ്. നമ്മൾ ഒരു ദിവസം ചൊല്ലിയാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഫലം കിട്ടുക. നമ്മൾ ധാരാളം ചൊല്ലി എത്തുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുക. ഒരു ദിവസമോ 2 ദിവസമോ ചൊല്ലിയതിനെ കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയെന്ന് വരില്ല. നിങ്ങളതിങ്ങനെ ധാരാളം ചൊല്ലി വരുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത വഴിയിൽ അത്ഭുതം സംഭവിക്കും. അത് ഉറപ്പാണ്. നല്ല സമയത്ത് നല്ലൊരു നേരം വെച്ച് നിങ്ങൾ ഇത് ചൊല്ലാൻ നിയത്ത് വെച്ച് ഹാജത്തൊക്കെ നിസ്കരിച്ചിട്ട് അതോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4444 പ്രാവശ്യം നേർച്ച വെച്ച് ചൊല്ലാം. അത്രയ്ക്ക് ഫലം കിട്ടും. നിങ്ങളുടെ ഹലാലായ മുറാദുകൾ സാധിപ്പിച്ച് കിട്ടട്ടെ. ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും ദുആ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. എൻ്റെ വിലയേറിയ ദുആയിൽ നിങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ.